പി.വി. അൻവറിന് മുന്നിലെ യു.ഡി.എഫിന്റെ വാതിൽ അടഞ്ഞുകിടക്കും. അൻവർ അടഞ്ഞ അധ്യായമാണെന്ന വി.ഡി. സതീശന്റെ നിലപാടിൽ കോൺഗ്രസ് പിന്തുണ കൂടി. അൻവർ നേടിയ വോട്ട് കരുത്തായി കാണുന്നില്ലെന്ന് യു.ഡി.എഫ് കൺവീനർ അടൂർ പ്രകാശ് മീഡിയ വണിനോട് പറഞ്ഞു. അൻവർ ഉണ്ടായിരുന്നെങ്കിൽ ഭൂരിപക്ഷം കൂടുമായിരുന്നെന്ന രമേശ് ചെന്നിത്തലയുടെ നിലപാടും അടൂർ പ്രകാശ് തള്ളി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കരുത്തുകാട്ടിയെങ്കിലും പി.വി. അൻവറിന്റെ യു.ഡി.എഫ് പ്രവേശനത്തിന് അത് വഴി തുറക്കില്ല. നിലമ്പൂരിൽ മത്സരിച്ച അൻവറിനോട് വിട്ടുവീഴ്ച കാണിക്കേണ്ടതില്ലെന്ന നിലപാട് കോൺഗ്രസിൽ ശക്തമായി. വി.ഡി. സതീശന്റെ ഉറച്ച നിലപാടിന് പാർട്ടിക്കുള്ളിൽ പിന്തുണയുമേറി. യു.ഡി.എഫ് കൺവീനർ അടൂർ പ്രകാശും കെ.പി.സി.സി അധ്യക്ഷൻ സണ്ണി ജോസഫും അടങ്ങുന്ന പുതിയ നേതൃത്വത്തിനും സമാനമായ നിലപാടാണ്. യു.ഡി.എഫിലെ ചെറിയ ഘടകകക്ഷികളും അൻവറിനെ ഇനി ആവശ്യമില്ലെന്ന് ഉറപ്പിച്ച മട്ടാണ്. അൻവർ നേടിയ വോട്ട് കരുത്തായി കാണുന്നില്ലെന്ന അടൂർ പ്രകാശിന്റെ വാക്കുകൾ അൻവറിനുള്ള കൃത്യമായ സന്ദേശമാണ്. അതെങ്ങനെ കരുത്തായി കാണാൻ പറ്റും? 2 പ്രാവശ്യവും അദ്ദേഹം LDFിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ചതാണ്. അദ്ദേഹം പിടിച്ച വോട്ട് ഇത്രയാണ്, അതുകൊണ്ട് അതിന് ഉള്ള അവസരം ഇനിയായാലും ഉണ്ടാകണം എന്ന് ഞങ്ങൾക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഇപ്പോൾ തൽക്കാലമില്ല. ചെന്നിത്തലയുടെ അൻവർ അനുകൂല പ്രസ്താവനയ്ക്കുള്ള അടൂർ പ്രകാശിന്റെ മറുപടിയും അൻവർ ഒറ്റയാനായി തുടരട്ടെ എന്ന നേതൃത്വത്തിന്റെ വികാരം ഉൾക്കൊണ്ടുള്ളതാണ്. അദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാടായിരിക്കും അദ്ദേഹം പുറത്തു പറഞ്ഞത്. കൂട്ടായി ആലോചിച്ചുകൊണ്ട് മാത്രമേ അത്തരം തീരുമാനങ്ങൾ, ഏതെങ്കിലും തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുള്ളൂ. അൻവറിനെ കുറിച്ചുള്ള ചോദ്യത്തോട് വി.ഡി. സതീശൻ ഇന്ന് നടത്തിയ പ്രതികരണവും യു.ഡി.എഫിന്റെ താല്പര്യമില്ലായ്മ പ്രതിഫലിക്കുന്നതാണ്. എല്ലാ ദിവസവും പറയേണ്ട കാര്യമില്ലല്ലോ. രാവിലെ എഴുന്നേറ്റ് വന്നിട്ട് എല്ലാ ദിവസവും ഒരേ ചോദ്യം ചോദിച്ചാൽ അതിന്റെ ഉത്തരവില്ല. ഒരു പ്രാവശ്യം പറഞ്ഞാൽ അതാണ് ഉത്തരം. കോൺഗ്രസിന്റെ വികാരം മനസ്സിലായതോടെ ലീഗും അൻവർ വിഷയത്തിൽ മൗനത്തിലായി. സ്വയം കീഴടങ്ങി അൻവർ എത്തിയാൽ മാത്രമേ യു.ഡി.എഫ് ഇനി ചർച്ചയ്ക്ക് പോലും തയ്യാറാകാൻ സാധ്യതയുള്ളൂ. മീഡിയ 1 തിരുവനന്തപുരം.